ആളായല്ലോ ഒരാൾക്ക് സർപ്രൈസ് കൊടുത്തിട്ട് നമ്മുടെ സ്വന്തം ഭാര്യയ്ക്ക് തന്നെ കൊടുക്കാം. എപ്പോഴും അവള് ചോദിക്കുന്നതല്ലേ ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോകുന്നു. നമ്മളാണെങ്കിൽ കൊണ്ടും പോകുന്നില്ല. ഇന്ന് കൊണ്ടുപോകണം ഉറപ്പായിട്ടും. നീ എന്താ ഇവിടെ വാ നോക്കി നിൽക്കുവാണോ? അയ്യോ ചേട്ടാ, വെറുതെ എന്റെ കൂട്ടുകാരി ഇവിടെ വിളിച്ച് ചായ കുടിക്കാതാ. ശരി, കാറിൽ കയറ ഒരു സ്ഥലത്ത് പോകാണ്ട്. ഏത് സ്ഥലത്താ ചേട്ടാ? ഞാൻ ഇപ്പൊ പറയുന്നില്ല, പിന്നീട് പറയാം. പ്രാന്താശുപത്രിയിൽ വല്ല കൊണ്ടാക്കോ? ചേട്ടാ ഇപ്പോഴെങ്കിലും ഒന്ന് പറ, എവിടെയാ പോകുന്നേ? പറയാം നിക്ക്, എത്തി ഇറങ്ങിക്കോ. ചേട്ടാ ഏതായാലും എനിക്ക് സർപ്രൈസ് ഇഷ്ടപ്പെട്ടു. പിന്നെ അല്ല. അയ്യോ, എനിക്കൊരു അർജന്റായിട്ട് കോള് വരുന്നു, ഓഫീസിൽ എന്തോ ഉണ്ടെന്ന്. ഞാൻ ഇപ്പൊ പോയിട്ട് വരാം, വെയിറ്റ്. താങ്കൾക്ക് എങ്ങനത്തെ മേക്കപ്പ് വേണ്ടേ? ചേട്ടൻ കണ്ടാ നെട്ടി പോണം, ഞാൻ അല്ലെന്നേ തോന്നണം. അയ്യേ പോ, ഇങ്ങനെ വേണ്ട, പോ ഇങ്ങനെ വെക്കുന്നതിൽ ഓൾഡ് ഫേസ് ഇത് എങ്ങനെയെങ്കിലും വേറെ മാറ്റിത്താ. ഇങ്ങനെ മതി. അല്ല, സ്മിത എവിടെ? ഇവിടെ ഇരിക്കുന്നത് സ്മിത. നീ സത്യത്തില് സ്മിതയാണോ? അതെ ചേട്ടാ, കണ്ടപ്പോ മനസ്സിലായി. അല്ല, നീ എങ്ങനെ എത്ര വെളുത്തെ? ചേട്ടാ പുട്ടി അടിച്ചതാ. പുട്ടി അടിക്കാ? നീ എന്താ ചുമരോ? ചുമരല്ല, ഫൗണ്ടേഷനിൽ ഇട്ട് മിനുക്കിയതാ. അല്ല, ഈ സാരിയല്ല? അതെന്റെ ബ്യൂട്ടീഷ്യൻ തച്ചതാ. ഇതെല്ലാം പോട്ടെ, നിനക്ക് ഇത്രയും നീളമുള്ള മുടി? നിക്കണെങ്കിൽ വെള്ളം മുടി. നിനക്ക് എന്താ ഇത്രയും വലിയ മുടി? ശരി, എന്നാലും സുന്ദരിയായിട്ടുണ്ട്. അല്ല, എത്ര? ഡിസ്കൗണ്ട് ഒക്കെ പോയിട്ട് വെറും 2 ലക്ഷം രൂപയാണ് ആയത്. എന്നെ സർപ്രൈസ് ആക്കാൻ നോക്കിയ ചേട്ടൻ സർപ്രൈസ് ആയി. അയ്യോ ചേട്ടാ സീരിയസ് ആണോ? അയ്യോ, ഹോസ്പിറ്റലിലൊന്നും കൊണ്ടുപോകാൻ പൈസ ഇല്ല. ഇവളുടെ കയ്യിൽ കൊടുക്കാനും പൈസ ഇല്ല. എനിക്ക്